നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കൂ എന്ന് മന്ത്രി അടൂർ പ്രകാശ്. കോലാഹലമുണ്ടാക്കുന്നവർ കഥയറിയാതെ ആട്ടം കാണുന്നവരെന്നും മന്ത്രി. പത്തനാപുരം താലൂക്ക് സമാജത്തെ അസ്ഥിരപ്പെടുത്തി മാനേജരും സെക്രട്ടറിയും ചേർന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം 25-ന് പുനലൂരിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കുന്നു. പുത്തൂർ ടൌണിലെ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിക്കുമെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കൂ എന്ന് മന്ത്രി അടൂർ പ്രകാശ്. കോലാഹലമുണ്ടാക്കുന്നവർ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും മന്ത്രി പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിലുള്ള കോലാഹലം കഥയറിയാതെ ആട്ടം കാണുന്നവരുണ്ടാക്കുന്നതാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഏരൂർ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് മലയാളത്തിൽ അച്ചടിച്ച് പഞ്ചായത്തുകൾ തോറും വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനമെടുത്തതായും അടൂർ പ്രകാശ് സൂചിപ്പിച്ചു. ആരെങ്കിലും പറയുന്നത് കേട്ട് സമരത്തിനായി എടുത്തുചാടുന്നവർ കേസുകളിൽ പ്രതിയാകുമ്പോൾ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നവർ സഹായിക്കാൻ ഉണ്ടാകില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇതെന്താ ഈ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന പല കാര്യങ്ങളുണ്ടോ? നമ്മൾ ഈ കഥയറിയാതെ ആട്ടം കാണാൻ പോകുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇനിയിപ്പോ പഞ്ചായത്തുകൾ വരാൻ പോവാണ്. മലയാളത്തിൽ അച്ചടിച്ച് പഞ്ചായത്തുകൾ തോറും ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഞങ്ങൾ തീരുമാനമെടുത്തു, എത്തിച്ചു കൊടുക്കും. അതാണ് പഞ്ചായത്തുകൾ എത്തിച്ചു കൊടുക്കും. നമ്മൾ ഒരു പ്രശ്നം സമരം ആളി കത്തിക്കുകയാണ്. ആളി കത്തിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ എവിടെ എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയും. ആ വർത്തമാനം കേട്ടുകൊണ്ട് ഒന്നും അറിയാതെ ആളുകൾ ഇറങ്ങിത്തിരിക്കും. കേസിൽ പ്രതിയായി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത് ഇതിനു വേണ്ടി പറയുന്ന അടൂർ പ്രകാശ് കാണത്തില്ല, ഞാൻ കേസിൽ കാണത്തില്ല. ഇറക്കി വിടുന്ന ആളുകൾ, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കേസിൽ കാണത്തില്ല. മുമ്പിൽ പോകുന്ന ആളുകളൊക്കെ കേസിട്ടുണ്ട്. 123 വില്ലേജുകൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ വില്ലേജുകളിലെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ അറിയാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. ഈ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷമേ സംസ്ഥാന സർക്കാർ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കൂ എന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് മുൻപ് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചു ചേർത്ത് ചർച്ച നടത്തി അഭിപ്രായങ്ങൾ ആരായുമെന്നും മന്ത്രി പറഞ്ഞു. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ചർച്ചകൾ നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഒരു വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി 123 വില്ലേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ 123 വില്ലേജുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? ഇതിന്റെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങളുടെ MLA എന്നുള്ളതിലെ ശ്രീ രാജു അടക്കമുള്ള ആളുകൾക്ക് അതിന് അവസരമുണ്ട്. ഇവിടുത്തെ വില്ലേജുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ജനവാസം എത്രയുണ്ട്, ആ ജനവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെ മേഖലയാണ്, അത് ഒഴിവാക്കപ്പെടേണ്ട മേഖല ഏതൊക്കെ എന്നതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചു, ഈ അഭിപ്രായങ്ങളെല്ലാം സ്വരൂപിച്ചെടുത്തതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊരു അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് അത് അറിയിക്കുന്നത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പറയുവാനുള്ള അഭിപ്രായം കേട്ടുകൊണ്ട് ജനങ്ങളുടെ, കർഷകരുടെ, ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് കേരളത്തിന് അനുയോജ്യമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏരൂരിൽ പുതുതായി പ്രവർത്തനമാരംഭിച്ച പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
ഏരൂരിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ഏരൂർ സുഭാഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ആദ്യ നിക്ഷേപം ഏറ്റുവാങ്ങി. മുൻ എംഎൽഎ പുനലൂർ മധു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏറ്റുവാങ്ങി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരപിള്ള, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശാലാക്ഷി, ഗ്രാമപഞ്ചായത്ത് അംഗം ജി അജിത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ, ഡിസിസി സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ദുനൂക്കുട്ടി, ആലഞ്ചേരി ജയചന്ദ്രൻ, ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തച്ചോട് ഭാസി തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി സെക്രട്ടറി എം എസ് ശ്രീലേഖ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെട്ടിക്കവല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബുധനാഴ്ച രാത്രി നടന്ന മോഷണത്തിൽ 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെട്ടിക്കവല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ബുധനാഴ്ച അർദ്ധരാത്രി നടന്ന മോഷണത്തിൽ 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇരുമ്പ് ചട്ടുകവും മാരകായുധങ്ങളും ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഓഫീസ് കെട്ടിടവും തുറന്നതെന്നാണ് നിഗമനം. ക്ഷേത്ര പരിസരത്ത് നിന്ന് തകർന്ന പൂട്ടുകളും ഇരുമ്പ് ചട്ടുകവും കണ്ടെത്തി. എന്നാൽ ശ്രീകോവിലിനകത്ത് വിഗ്രഹത്തിനോ മറ്റ് സാമഗ്രികൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. നാണയത്തുട്ടുകൾ മോഷ്ടാക്കൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ രസീത് ബുക്കുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വന്ന് പരിശോധിച്ചപ്പോൾ ക്ഷേത്രത്തിനകത്ത് വഞ്ചി, അതിനകത്തിരുന്ന ദേവസ്വം ബോർഡിന്റെ പണമുടക്കിയ രസീതിന്റെ തുകകളും മറ്റുള്ള അനുബന്ധ സാധനങ്ങളും കുറേയധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 10,000 രൂപയ്ക്ക് അകത്തുള്ള തുകകൾ പോയിട്ട് കാണും. കൃത്യമായ കണക്ക് എടുത്തെങ്കിലേ അറിയാൻ പറ്റും. ശബരിമല തീർത്ഥാടന കാലമായതിനാൽ കാണിക്ക വഞ്ചിയിൽ പണം ധാരാളമായി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ കൃത്യം നടത്തിയതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 7:30 കഴിയുമ്പോഴത്തേക്ക് അമ്പലം ക്ഷേത്രം അടയ്ക്കും. അതിനുശേഷം ബാക്കി അനുബന്ധ നാട്ടുകാരും പൂജാരിയെല്ലാം ഒരുമിച്ചാണ് ക്ഷേത്രം അടച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് പൂട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിങ്ങനെ പിടിച്ച് ലോക്ക് ചെയ്തിരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടാണ് അതിനകത്ത് കയറി ഇത് സംഭവിച്ചിരിക്കുന്നത്. വെട്ടിക്കവല മഹാദേവർ ക്ഷേത്രത്തിന് തൊട്ടടുത്തു തന്നെയാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പോലീസും വിരലടയാള വിദഗ്ധരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുലമൺതോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഓംബുഡ്സ്മാൻ നൽകിയ നിർദ്ദേശം കാലാവധി കഴിഞ്ഞിട്ടും നടപ്പായില്ല. അതേസമയം തോടിന്റെ നവീകരണത്തിന് 2.5 കോടിയുടെ കരാർ നടപടികൾ പൂർത്തിയായി വരികയാണ്. പുലമൺതോട്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ അധികൃതർ അലംഭാവം കാട്ടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയതായി പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചുമതലപ്പെട്ട അധികൃതർ ഓംബുഡ്സ്മാൻ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. 1 മാസത്തിനകം യോഗം ചേർന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഓംബുഡ്സ്മാൻ ഒക്ടോബർ 7-ന് നിർദ്ദേശം നൽകിയിരുന്നു. പഞ്ചായത്ത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. തോട് കടന്നുപോകുന്നത് കൊട്ടാരക്കര, മൈലം, മേലില, കുളക്കട ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിലൂടെയാണ്. അതിർത്തി നിർണയം പൂർത്തിയാക്കി കരാറുകാർക്ക് നവീകരണത്തിന് തോട് കൈമാറാനായിരുന്നു നിർദ്ദേശം. അതേസമയം നവീകരണത്തിനുള്ള 2.5 കോടി രൂപയുടെ കരാർ നടപടികൾ പൂർത്തിയായി വരികയാണ്. ഈ സാഹചര്യത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന അലംഭാവം ഗൌരവത്തോടെ കാണേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരത്തെ ആദ്യകാല കോൺഗ്രസ് നേതാവ് കെ ഗംഗാധരൻ നായർ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച നടക്കും. പത്തനാപുരം മേഖലയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് പിടവൂർ രണ്ടാറ്റിൻകര രാജേന്ദ്രവിലാസത്തിൽ കെ ഗംഗാധരൻ നായർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. കോൺഗ്രസ് നേതാവും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ജി രാധാമോഹൻ, രാജഗോപാലൻ നായർ, രാജാംബിക, രാജേന്ദ്രൻ നായർ, ഗീതാകുമാരി എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം താലൂക്ക് സമാജത്തെ അസ്ഥിരപ്പെടുത്തി മാനേജരും സെക്രട്ടറിയും ചേർന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. ഇതിനെതിരെ 25-ന് പുനലൂരിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സമാജമംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 50 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള പത്തനാപുരം താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി പത്തനാപുരം താലൂക്ക് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ പുതിയ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് മാനേജരും സെക്രട്ടറിയും കൂടി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് താലൂക്ക് സമാജം അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിയമാനുസൃതം അല്ലാതെ നമ്മുടെ പത്തനാപുരം താലൂക്ക് സമാജം ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷ കാലാവധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ
ഒരു കേസ് ഫയൽ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് മാനേജറുടെയും സെക്രട്ടറിയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പത്തനാപുരം താലൂക്ക് സമാജ അംഗങ്ങളെ മുഴുവൻ ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിരന്തര സമരം ആയി മുന്നോട്ട് പോകണം എന്നാണ് കർമ്മ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഈ വരുന്ന 25-ാം തീയതി ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാജ രേഖ ചമച്ച് കൃത്രിമമായി പത്തനാപുരം താലൂക്ക് സമാജം എന്നുള്ളത് പിന്നെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പത്തനാപുരം താലൂക്ക് സമാജം എന്ന ആ സംഘടന തന്നെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കൃത്രിമമായി ഉണ്ടാക്കിയ ആ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. അതേപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുള്ള വരവ് ചെലവ് കണക്ക് ആഡിറ്റ് കമ്മിറ്റിയെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് പൊതുയോഗത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിമാൻഡ്. മൂന്നാമത്തെ ഡിമാൻഡ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ആര് ആണോ അധികാരത്തിൽ വരുന്നത് അവരുടെ ഭരണം ഏൽപ്പിക്കുക, തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. മാനേജർ എബ്രഹാം ജോർജും സെക്രട്ടറി ചന്ദ്രബാബുവും കൂടിയാണ് പുതിയ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്ന് അംഗങ്ങൾ പറഞ്ഞു. വ്യാജരേഖ ചമച്ചാണ് പുതിയ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുയോഗം വിളിച്ച് ഓഡിറ്റ് കമ്മിറ്റി അംഗീകരിച്ച കണക്ക് അവതരിപ്പിക്കുന്നില്ല. കാലാവധി കഴിഞ്ഞ സമാജം ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ലെന്നും താലൂക്ക് സമാജം അംഗങ്ങൾ പറഞ്ഞു. ഇതിനെതിരെ നവംബർ 25-ന് സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കും. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനം മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും. 3 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പത്തനാപുരം താലൂക്ക് സമാജം ഭരണസമിതിയുടെ കാലാവധി 7/7/2013 അവസാനിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്താനോ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്ക് പൊതുയോഗം വിളിച്ചുകൂട്ടി അവതരിപ്പിക്കാനോ തയ്യാറാവാത്ത സാഹചര്യത്തിൽ നിയമാനുസൃതം നടപ്പിലാക്കേണ്ട അത്തരം നടപടികൾ നടപ്പിലാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങളായിരുന്ന ഞങ്ങൾ, പ്രസിഡന്റും ഞാനും അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രനും താലൂക്ക് സമാജം സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി. ഈ നടപടികൾ ആരംഭിച്ച അടുത്ത തെരഞ്ഞെടുപ്പിന് നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പൊതുയോഗം വിളിക്കാൻ തയ്യാറായില്ല. അതേപോലെ തന്നെ വരവ് ചെലവ് കണക്ക് ആഡിറ്റ് കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ച് നടപ്പിലാക്കാനും തയ്യാറായില്ല. സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും താലൂക്ക് സമാജം അംഗങ്ങളും പങ്കെടുക്കും. പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ, എസ് നൌഷറുദ്ദീൻ, NP ജോൺ, മിർസ ഇസ്മയിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുത്തൂർ ടൌണിലെ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിക്കുമെന്ന് കൊല്ലം റൂറൽ SP S സുരേന്ദ്രൻ പറഞ്ഞു. നേരത്തെ കേസ് അന്വേഷിച്ച സംഘത്തിന്റെ തലവനടക്കം 14 ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിരുന്നു. പുത്തൂരിൽ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിക്കുമെന്ന് റൂറൽ SP S സുരേന്ദ്രൻ പറഞ്ഞു. അസ്ഥികൂടം കണ്ടെത്തിയ പുത്തൂർ ടൌണിലെ കിണറും പരിസരവും പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് SP പരിശോധനയ്ക്കെത്തിയത്. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. കേസന്വേഷിച്ച സംഘത്തിന്റെ തലവൻ ഉൾപ്പെടെ 14 പേരെയും സ്ഥലം മാറ്റിയതിനെ തുടർന്ന് അന്വേഷണം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന 1 വർഷം മുമ്പ് രൂപീകരിച്ച ഈ സ്പെഷ്യൽ ടീമിൽ പലരും തന്നെ ട്രാൻസ്ഫർ ആയി പോവുകയും ഇതെല്ലാം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറിയാവുന്നവരൊക്കെ 1-2 പേര് മാത്രമേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ടു. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ അതൊരു പുതിയൊരു ടീമും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പുതിയൊരു ടീമുണ്ടാകും. ADGP ഹേമചന്ദ്രൻ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ തലവൻ കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ GD വിജയകുമാറിനെയാണ് ഒടുവിൽ സ്ഥലം മാറ്റിയത്. 2012 ഒക്ടോബർ 15-നാണ് പുത്തൂർ ടൌണിലെ സ്വകാര്യ പറമ്പിലെ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. ശാസ്ത്രീയ പരിശോധനയിൽ പുരുഷന്റെ അസ്ഥികളാണെന്ന് ബോധ്യമായി. തുടരന്വേഷണത്തിൽ മരണപ്പെട്ടത് കുളത്തൂപ്പുഴ റോസ്മല സ്വദേശിയായ 22-കാരൻ സനലാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും സംഭവത്തിന്റെ ചുരുൾ ഇനിയും അഴിഞ്ഞിട്ടില്ല. സനൽ ബന്ധുവായ ഉഷയ്ക്കൊപ്പം മൈലംകുളത്തെ വാടക വീട്ടിൽ താമസിക്കവെയാണ് സംഭവം നടന്നതെന്നാണ് പോലീസിന്റെ അനുമാനം. ഉഷയെയും വെണ്ടാറിൽ താമസക്കാരായ 5 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. ഇതിനായി ഈ മാസം കോടതിയിൽ നിന്ന് അനുമതി വാങ്ങാനിരിക്കെയാണ് അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന CI വിജയകുമാറിനെ സ്ഥലം മാറ്റിയത്. പുതുതായി ചുമതലയേറ്റ സർക്കിൾ ഇൻസ്പെക്ടർ കേസന്വേഷണത്തിന്റെ ചുമതല ഏറ്റിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് SP സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയത്. സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കുമെന്ന് SP അറിയിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളിപ്പോൾ DNA ടെസ്റ്റ് നടത്തിയത് ഈ സനൽ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് മരിച്ചതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ. ഇനിയിപ്പോൾ അതൊരു വേറെ പല രീതിയിലും
നമ്മുടെ സാക്ഷികളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ മറ്റൊന്നും ചോദിക്കുകയും അവരോട് ചോദിച്ചു വരുത്തുകയും പോളിഗ്രാഫ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും ഒരു മർഡർ ആണെന്നുള്ളതാണ് ഞങ്ങൾ ഏകദേശം ഒരു നിഗമനം. അപ്പോൾ അതിലേക്ക് എന്താണെന്നുള്ളത് ഞങ്ങൾ പോളിഗ്രാഫ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ട് ഞങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ഒരു സ്പെഷ്യൽ ടീം കൂടെ ഒന്നുകൂടെ ഉദ്ദേശമായിട്ട് അന്വേഷിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓട്ടോ ഡ്രൈവർമാരുടെ ശീലക്കേടുകൾക്കും നിയമലംഘനത്തിനും കടിഞ്ഞാണിടാൻ പുനലൂർ മാർക്കറ്റിലെ ഓട്ടോ സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. വ്യാഴാഴ്ച നടന്ന പരിശോധനയിൽ 5 വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. യാത്രക്കാരുടെ നിരന്തരമായ പരാതികളെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പുനലൂർ മാർക്കറ്റിലെ ഓട്ടോ സ്റ്റാൻഡിൽ മിന്നൽ പരിശോധന നടത്തിയത്. ഓട്ടോറിക്ഷയിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുന്ന തരത്തിൽ ഉച്ചത്തിൽ പാട്ടുവയ്ക്കുന്നു, ഓട്ടോ ഡ്രൈവർമാർ സ്ത്രീ യാത്രികരോട് അപമര്യാദയായി പെരുമാറുന്നു തുടങ്ങിയ പരാതികളാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന പരിശോധനയിൽ കണ്ടെത്തി. 5 വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും പുനലൂർ നഗരസഭാ പരിധിയിൽ മിന്നൽ പരിശോധനകൾ നടത്തുമെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബി സജി പറഞ്ഞു. ഈ റെയ്ഡിന്റെ പ്രധാനപ്പെട്ട കാരണം പുനലൂർ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പെർമിറ്റ് ഇല്ലാതെയും ലൈസൻസ് ഇല്ലാതെയും പെർമിറ്റ് ഇല്ലാതെയും ആംബും സിസ്റ്റം ഫിറ്റ് ചെയ്തുകൊണ്ട് വാഹനങ്ങളിൽ സ്ത്രീകളോട് കമന്റ് അടിക്കുക അങ്ങനെയുള്ള പ്രവണത ഉള്ളതായിട്ട് ബഹുമാനപ്പെട്ട ജോയിന്റ് ആർടിക്ക് ലഭിച്ച പരാതിയിന്മേൽ പെട്ടെന്ന് നടത്തിയതായ ഒരു അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 5 ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ആംബു സെറ്റ് ഫിറ്റ് ചെയ്തായ 3 വാഹനങ്ങൾ ജോയിന്റ് ആർടിക്ക് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തുടർന്നും ദിവസങ്ങളിൽ ഈ മിന്നൽ പരിശോധന ഈ സ്റ്റാൻഡ് ഉൾപ്പെടെ എല്ലാ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഉണ്ടായിരിക്കും. അഡീഷണൽ MVIമാരായ TK അബ്ദുൽ സലാം, ML ഫിറോസ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർവീസിൽ നിന്നും വിരമിക്കുന്ന പത്തനാപുരം താലൂക്ക് അഡീഷണൽ തഹസിൽദാർ മുട്ടറ ഉദയഭാനുവിന് വിപുലമായ യാത്രയയപ്പ് നൽകുന്നു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പുനലൂർ NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിലാണ് യാത്രയയപ്പ്. ജനപ്രിയ ഉദ്യോഗസ്ഥനും എഴുത്തുകാരനും സാമൂഹ്യ സേവന രംഗത്തെ നിറസാന്നിധ്യവുമായ പത്തനാപുരം താലൂക്ക് അഡീഷണൽ തഹസിൽദാർ മുട്ടറ ഉദയഭാനുവിന് നവംബർ 23-ന് യാത്രയയപ്പ് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൈക്കൂലിക്കും മറ്റുള്ള അഴിമതികൾക്കും എല്ലാം എതിരെയായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ജനകീയനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ മുട്ടറ ഉദയഭാനു. അദ്ദേഹം ജനങ്ങളുമായി വളരെയധികം ഇഴുകിച്ചേർന്ന് അവരുടെ നിരന്തരമായ താലൂക്ക് സംബന്ധമായ ഏത് വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ചിദംബരം എന്ന് പറയുന്ന ഒരു മാസികയുടെ പത്രാധിപരായിരുന്നു. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്ന ഒരു കോളമിസ്റ്റായിരുന്നു. അദ്ദേഹത്തിന് പുനലൂർ പൗരാവലിയുടെ വകയായി സമുചിതമായ ഒരു സ്വീകരണം നൽകുന്നതിന് ജനകീയ കവിതാവേദിയും പത്തനാപുരം താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയും കേരള ഫോക്കസ് മാസികയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നവംബർ 30-നാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. ജനകീയ കവിതാവേദി, കേരള ഫോക്കസ് മാസിക, താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മുട്ടറ ഉദയഭാനുവിന് യാത്രയയപ്പ് നൽകുന്നത്. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം, കവിയരങ്ങ്, പുസ്തക പ്രകാശനം, സുഹൃത്ത് സംഗമം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുട്ടറ ഉദയഭാനുവിന്റെ അമൃതനന്ദിനി തീരത്ത് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. NSS ഓഡിറ്റോറിയത്തിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു അധ്യക്ഷനാകുന്ന സുഹൃത്ത് സംഗമം കൊല്ലം ജില്ലാ കളക്ടർ B മോഹനൻ ഉദ്ഘാടനം ചെയ്യും. കവിയരങ്ങ് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനകീയ കവിതാവേദി പ്രസിഡന്റ് KK ബാബു, കൺവീനർ മിംസി അലിമുക്ക്, റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് KK സുരേന്ദ്രൻ, കേരള ഫോക്കസ് എഡിറ്റർ V വിഷ്ണുദേവ്, രാജൻ മൈത്രേയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BMS വെട്ടിക്കവല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെട്ടിക്കവല പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് മന്ദിരത്തിന് മുന്നിൽ നടന്ന ധർണ BMS ജില്ലാ സെക്രട്ടറി R ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. മലക്കറി കച്ചവടവും മറ്റ് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും മുഴക്കറി സാധനങ്ങളും വിറ്റുകൊണ്ട് 65 ലക്ഷത്തോളം വരുന്നതിന് 35% ചെറുപ്പക്കാർ പുതിയ തേടുമ്പോൾ അവരെ വിദേശ കുത്തകളുടെ കടന്നുകയറ്റത്തിൽ കൂടി ചെറുകിട കച്ചവടക്കാരെ കേന്ദ്ര സർക്കാരിന്റെ വിദേശ കുത്തകളുടെ കയ്യിൽ തീരെഴുതി കൊടുത്ത സമയത്ത് ഭാരതീയ മസ്ദൂർ സംഘം ദേശീയ തലത്തിലെ ശക്തമായ സമര പരിപാടികൾക്ക് രൂപം നൽകിയതുകൊണ്ടാണ് അതേ
അങ്ങനെ ആ ബില്ല് പിന്തുണയ്ക്കുവാൻ സാധിക്കാതെ കേന്ദ്ര സർക്കാർ മുട്ടുകുളിക്കേണ്ടി വന്നത്. BMS മേഖലാ സമിതി അംഗം സാബു നെല്ലിക്കോട് അധ്യക്ഷനായി. പെട്രോളിയം ഉത്പന്നങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷ്യോത്പന്നങ്ങളുടെയും വിലക്കയറ്റം നിയന്ത്രിക്കുക, പെട്രോളിയം ഉത്പന്നങ്ങളുടെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കുക, ഗ്രാമീണ ജനതയ്ക്ക് ഇവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുക, എല്ലാ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭൂമിയും വീടും നൽകുക, എല്ലാ വീടുകളിലും ശൌചാലയങ്ങൾ നിർമ്മിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക, എല്ലാ ഗ്രാമീണർക്കും ശുദ്ധജലം ലഭ്യമാക്കുക, അർഹതപ്പെട്ടവർക്ക് BPL കാർഡുകൾ അനുവദിക്കുക, നിർധനർക്ക് സൌജന്യ പാചകവാതകവും വൈദ്യുതിയും നൽകുക, എല്ലാ പഞ്ചായത്തിലും സർക്കാർ ആശുപത്രികൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ശ്രീജിത്ത് വെട്ടിക്കവല, T. തുളസീധരൻ ഉണ്ണിത്താൻ, K. രാഘവൻപിള്ള തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ ചെമ്മന്തൂരിൽ KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക ചെലവാക്കി സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം MP നിർവഹിച്ചു. KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് പുനലൂർ ചെമ്മന്തൂരിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം MP നിർവഹിച്ചു. MPയുടെ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. R. അശോക് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ M. വിജയൻ ഉണ്ണിത്താൻ അധ്യക്ഷനായി. യോഗം KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഈ പൈസ ചെലവാകുന്നില്ല എന്നുള്ളതല്ലാതെ MPമാർക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാനേ പറ്റൂ. പൈസ ചെലവാകുന്നതിന്റെ ഒരു ഉത്തരവാദിത്തമൊക്കെ അതൊരു പ്രദേശത്താണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മറ്റു പല സ്ഥലത്തും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൊല്ലം ജില്ലയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളും DYFI CPM പ്രവർത്തകരും ചേർന്ന് MPക്ക് സ്വീകരണം നൽകി. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ, വൈസ് ചെയർമാൻ S. ബിജു, കൌൺസിലർമാരായ ജിജി K. ബാബു, G. രഞ്ജിത്ത്, D. ദിനേശൻ, R. പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം ബുധനാഴ്ച സമാപിച്ചു. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്താണ് ചാമ്പ്യന്മാർ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ച ചടയമംഗലം ബ്ലോക്ക് തല കേരളോത്സവം ബുധനാഴ്ച സമാപിച്ചു. ഈ മാസം 13-നാണ് കേരളോത്സവം തുടങ്ങിയത്. അന്ന് പകുതിയോളം മത്സരങ്ങൾ നടന്നിരുന്നു. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് നീണ്ടുപോയ ബാക്കി മത്സരങ്ങൾ ബുധനാഴ്ച പൂർത്തിയാക്കുകയായിരുന്നു. കായിക കലാമത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി കടക്കൽ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തി. കുമ്മിൽ പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. നിലമേൽ, ചടയമംഗലം, ചിതറ പഞ്ചായത്തുകളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ ശക്തമായ മത്സരമാണ് ഇവിടെ നടന്നത്. ഈ ബ്ലോക്കിൽ നിന്ന് മത്സരത്തിന് ജില്ലയിൽ പോകുന്ന കുട്ടികൾ പലർക്കും ജില്ലാതലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും കഴിഞ്ഞ പ്രാവശ്യം ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യവും ശക്തമായ രീതിയിലുള്ള മത്സരം ജില്ലയിലും സംസ്ഥാനത്തും കാഴ്ചവെക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള സ്പോർട്സ്മാൻമാരും കലാകാരികളും കലാകാരന്മാരുമാണ് ഇവിടെ നിന്ന് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. പുന്നല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതിക്ക് തുടക്കമായി. പുന്നല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടിനൊരു കുഞ്ഞാട് പദ്ധതി പത്തനാപുരം MLA KP ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കൂട്ടിനൊരു കുഞ്ഞാട്. PTA പ്രസിഡന്റ് മണികുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ്, പ്രിൻസിപ്പൽ V. രഘുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദുമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീജ മാൾ, AL മനു, തങ്ങൾ മജീദ്, അമ്പിളി, TM സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ ചെമ്മന്തൂർ കേന്ദ്രമാക്കി പുതിയ അക്ഷയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വിൻസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാമ്പസിലാണ് പുതിയ അക്ഷയ കേന്ദ്രം. പുനലൂർ നഗരസഭയിൽ ചെമ്മന്തൂർ കേന്ദ്രമാക്കി പുതുതായി തുറന്ന അക്ഷയ ജനസേവന കേന്ദ്രം നഗരസഭാ അധ്യക്ഷ ഗ്രേസി ജോൺ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ തന്നെ അവിടെ പുനലൂർ നഗരസഭയുടെ ആ നഗരസഭയ്ക്ക് അടുത്ത് തന്നെ 2 അക്ഷയ കേന്ദ്രങ്ങളുണ്ട്. ആധാർ എടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവിടെ എവിടെയെല്ലാം ഓടി നടക്കും. ഓടത്ത് ചെല്ലുമ്പോൾ പറയും മറ്റടത്ത് ചെന്നാൽ മതി, ആ അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പറയും തൊളിക്കോടുണ്ട്. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അക്ഷയ കേന്ദ്രത്തിന്റെ ഉടമസ്ഥർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും ഞങ്ങൾ വിളിച്ച് അവരെ താക്കീത് കൊടുക്കാറുണ്ട്. എങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, നമ്മൾ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ വളർന്ന് വികസിക്കുവാൻ ഇടയാകും.
ചെമ്മത്തൂർ വിൻസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാമ്പസിലാണ് പുതിയ അക്ഷയ കേന്ദ്രം. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ദിനേശൻ അധ്യക്ഷനായി. സ്വിച്ച് ഓൺ കർമ്മം വൈസ് ചെയർമാൻ എസ് ബിജു നിർവഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. കൌൺസിലർമാരായ ജി രഞ്ജിത്ത്, എബ്രഹാം ജോർജ്, വസന്താരഞ്ജൻ, വത്സ ജെ പി ജോൺ, ജിജി കെ ബാബു എന്നിവരും ബിജെപി നേതാവ് ബി രാധാമണിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞ ശേഷമേ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനെ അറിയിക്കൂ എന്ന് മന്ത്രി അടൂർ പ്രകാശ്. കോലാഹലമുണ്ടാക്കുന്നവർ കഥയറിയാതെ ആട്ടം കാണുന്നവരെന്നും മന്ത്രി. പത്തനാപുരം താലൂക്ക് സമാജത്തെ അസ്ഥിരപ്പെടുത്തി മാനേജരും സെക്രട്ടറിയും ചേർന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം 25-ന് പുനലൂരിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന സമ്മേളനം സംഘടിപ്പിക്കുന്നു. പുത്തൂർ ടൌണിലെ കിണറ്റിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിക്കുമെന്ന് കൊല്ലം റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.